ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരു ഇടിയപ്പം സ്റ്റ്യൂ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് ഇപ്പോഴാണ് നടന്നത്. അപ്പം ഞാനൊരു 2.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അജ്മിയുടെ ഇടിയപ്പം പൗഡറാണ് എടുത്തിട്ടുള്ളത്. നല്ല പൊടിയാണ്, നല്ല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ 2.5 കപ്പ് പൊടി എടുത്തിട്ട് അത് വറക്കൊന്നും വേണ്ട കേട്ടോ, ഒന്നും ചെയ്യണ്ട. ഡയറക്റ്റ് നമ്മൾ എടുക്കുക, നന്നായി വെള്ളം തിളപ്പിക്കുക. തിളപ്പിച്ച വെള്ളം ഉപ്പിടുക. ഉപ്പിട്ടിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കുക. അതിനുശേഷം തിളപ്പിച്ച വെള്ളം ഞാൻ ഒരു 3 കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് നോക്കിയിട്ടാണ് പിന്നെ ഒഴിച്ചത്. അപ്പം കൺസിസ്റ്റൻസി ശരിയാവാത്ത കാരണം കൊണ്ട് ഒന്ന് നന്നായി കൂട്ടി ഇളക്കിയതിന് ശേഷം ഒരു 3/4 കപ്പും കൂടി ഒഴിച്ചു. അങ്ങനെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചു. പിന്നെ നമുക്ക് അതിനകത്തേക്ക് കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത് സ്റ്റ്യൂ ആണേ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഈസി ആയിട്ടുള്ള സംഭവമാണ് ചെയ്യാറുള്ളത്. തേങ്ങ ചിരവി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങിയിട്ടുണ്ട്. അത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുറച്ച് പൊടിയിട്ട് മിക്സാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കി. ആദ്യം ഇടിയപ്പം ഉണ്ടാക്കാൻ കുഴപ്പമില്ല, മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കലൊരു പ്രശ്നമല്ല. ജയ ഹെൽത്ത് പോലെ അത്ര തന്നെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ മാവിൻ്റെ കൺസിസ്റ്റൻസി ശരിയായില്ലെങ്കിൽ വെള്ളം നനവ് കൂടിയാലും കുറഞ്ഞാലും അറിയാലോ. എല്ലാവർക്കും ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയണ്ടാവും, എന്നാലും ഞാൻ പറയാമെന്ന് മാത്രം. അങ്ങനെ ആദ്യത്തെ തട്ടാണ് കേട്ടോ അത്. അപ്പം അപ്പം തന്നെ അത് അടുപ്പത്ത് വെച്ച് അപ്പുറത്ത് തന്നെ സ്റ്റ്യൂവിൻ്റെ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് പാകമായപ്പം എടുത്ത് നന്നായി ഉടച്ചു. കഷ്ണം നുറുക്കിയിട്ടിട്ടില്ല, അത് പണിയല്ലേ. അപ്പോൾ സിമ്പിൾ. അങ്ങനെ അത് ഉടച്ചു. പിന്നെ അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, സവാള ഒക്കെ നല്ലോണം അരിഞ്ഞത് അതിനകത്ത് ചേർത്ത് വിട്ടായി. എന്നിട്ട് ഒരു വിസിലടുപ്പിച്ചു. അവിടെ അതിനകത്തേക്ക് അപ്പോൾ എനിക്ക് ഇത്തിരി തിക്കായ പോലെ തോന്നി. ഇപ്പോൾ ലേശം വെള്ളം ഒഴിച്ചതാട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് ഒഴിച്ചത്. അങ്ങനെ അതൊഴിച്ചു. അതിന് ശേഷം അത് നന്നായി തിള വന്നപ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ അതിനകത്തേക്ക് ഒഴിച്ചു. പിന്നെ ഒരു പച്ച കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഇടാം കേട്ടോ. എനിക്ക് ക്യാരറ്റൊന്നും അത്ര ഇഷ്ടമല്ല. ഗ്രീൻ പീസ് തന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗ്രീൻ പീസ് ഇട്ടു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. സെറ്റ്. ഇതെൻ്റെ കുക്കും കാത്തുമാണ്. രണ്ടാളും കുക്കിംഗ് സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് സമയം പോകാൻ ഒരു ധാരാളമാണ്. ഹാപ്പിയാണ് ഞാൻ ഈ കാര്യത്തിൽ. അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടും റെഡിയായി. അങ്ങനെ നൂൽപുട്ട് ഞാൻ എടുത്തു. അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് സെറ്റാക്കി ഞങ്ങളങ്ങനെ കഴിച്ചു.